ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാത വന്ദനം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയും. പിന്നത്തെ ഇതിൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, മർത്യമായത് 4-ാം വാക്യത്തിൽ, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവൻ മർത്യമാണ്. അപ്പോൾ ഈ മർത്യമായത് നമ്മൾ മരിക്കുമ്പോൾ ഒഴിഞ്ഞു പോവുകയും, അല്ലെങ്കിൽ ഈ വസ്ത്രം, മർത്യമായ വസ്ത്രം ആമീസൂത്രം ഒഴിഞ്ഞു പോകുമ്പോൾ അമർത്യമായതൊന്ന് ധരിപ്പാനായി, അത് ഈ മർത്യമായതിൽ വസിക്കുമ്പോൾ അമർത്യമായത് അതിന്റെ മുകളിൽ ധരിക്കുവാനായി കഴിയും. അപ്പോൾ ഈ മരണമുള്ള ദേഹം ഒഴിഞ്ഞു പോകുമ്പോൾ മരണമില്ലാത്ത ഒന്ന് അതിന്റെ മീതെ ധരിക്കുവാനായി ദൈവം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഭവനമായിട്ട് കാണുന്നു, വസ്ത്രമായിട്ട് നമുക്കതിനെ കാണുവാനായി കഴിയുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഈ സൂത്രം ദൈവിക മർമ്മങ്ങളുടെ ഒരു വലിയ കലവറയായിട്ട് നമുക്ക് കാണുവാനായി കഴിയും. എങ്ങനെ ഇദ്ദേഹം ഇത് പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട്. അറബി ദേശത്ത് ഏതോ വിജനമായ ഇടങ്ങളിൽ കടന്നു പോകുന്ന ദീർഘവർഷങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രാപിച്ച വെളിപ്പാടുകളാണ് തന്റെ ലേഖനങ്ങളൊക്കെ എന്ന് നമുക്ക് കാണുവാനായി കഴിയും. അപ്പോൾ മർത്യമായതിനെ നീക്കിക്കൊണ്ട്, അതെങ്ങനെയാണ് ജീവിക്കുന്നത്? മരണത്തിൽ കൂടെ മർത്യമായത് നീങ്ങിപ്പോവുകയും അമർത്യമായത് അതിന് പകരമായി നാം ധരിക്കുകയും ചെയ്തു. ഈ അമർത്യമായത് സ്വർഗത്തിലെ ദൈവമാണ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ അമർത്യമായത് നമ്മൾ ധരിക്കുവാനായി ദൈവം നമുക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കൈപ്പണിയല്ലാത്ത ഒരു ഭവനം സ്വർഗത്തിൽ നമുക്ക് ഒരുക്കി, അതൊരു പ്രത്യേക ശരീരത്തെ കുറിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഈ പാർക്കുന്ന ഭവനം മരണത്തോടു കൂടിയാണ് ഈ സൂത്രം മൺമറഞ്ഞു പോകുമ്പോൾ കൈപ്പണിയല്ലാത്തത് സ്വർഗത്തിൽ, നമ്മുടെ ശരീരത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പറഞ്ഞിരുന്നത് രൂപാന്തരപ്പെടുന്ന ഒരു ശരീരവുമായി നമ്മൾ ഉയരങ്ങളിലേക്ക് പോയി. രൂപാന്തരപ്പെടുന്ന ശരീരത്തെ കുറിച്ച് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി, പുതിയ നിയമത്തിന്റെ ആ ഒരു തെളിവ് ദൈവം കൊടുത്തിരുന്നു. ഏലിയാവിന്റെ എഴുന്നേൽപ്പ്, അത് ഏലിയാവ് സ്വർഗത്തിലേക്ക് പോകുന്നു. ആമീൻ. അമർത്യമായ ഒരു ശരീരവുമായി, രൂപാന്തരപ്പെട്ട ഒരു ശരീരവുമായി ഏലിയാവിന്റെ അഗ്നിരഥങ്ങളിലും അഗ്നേഷങ്ങളിലും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു അനുഭവം നമുക്ക്. അതേ അനുഭവം തന്നെ ഏലിയാവ് വീണ്ടും ഭൂമിയിൽ മറുരൂപമലയിൽ വെളിപ്പെടുമ്പോൾ അങ്ങനെയാണ് തേജോരൂപിയായി വെളിപ്പെട്ടു എന്നാണ് ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും യാക്കോബും കണ്ടത്. ആമീൻ. വലിയ തേജസ്സുള്ള 3 പുരുഷന്മാരെ കണ്ടു. അപ്പോൾ തന്നെ അവരെ തിരിച്ചറിയുവാനും അവർക്ക് കഴിഞ്ഞു. മോശയും ഏലിയാവും ക്രിസ്തു. ആമീൻ. അപ്പോൾ രൂപാന്തരം പ്രാപിക്കുന്ന ഒരു വ്യക്തി ഏലിയാവ് വെളിപ്പെട്ടതുപോലെ ഇരിക്കും. എലീശ പ്രവാചകൻ മാത്രമേ കണ്ടുള്ളൂ, അവൻ അഗ്നിരഥങ്ങളും അഗ്നിശങ്ങളും ഉയരങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ മർത്യമല്ലാത്തതൊന്ന് സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത് ധരിച്ചുകൊണ്ടാണ് ആര് വന്നത്? ഏലിയാവ് വന്നത്. ഇതാണ് നമുക്ക് സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത്. അതായത് ഏദൻ പർദീസിൽ നിന്ന് വെളിച്ചം കൊണ്ട് മൂടിയിരുന്നു എന്നാണ് മനുഷ്യൻ. അങ്ങനെയാണ് തിയോളജിസ്റ്റുകൾ തെളിവുകൾ നിരത്തി പറയുന്നത്. വെളിച്ചം കൊണ്ട് മൂടിയിരിക്കുന്നു, തേജസ്സിനാൽ മനുഷ്യൻ മൂടിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യനെ തിരിച്ചറിയുവാനും കഴിയും. പക്ഷെ ബാക്കിയുള്ളവന്റെ ഭാഗങ്ങളെല്ലാം തേജസ് കൊണ്ട് മൂടിയിരിക്കുന്നു. അവന് ഒരു തിന്മയും കാണാനില്ല. ഈ തേജസ്സിന്റെ വസ്ത്രം കണ്ടിട്ടാണ് ലൂസിഫറിന് ബുദ്ധിമുട്ട് തോന്നി. തേജസ്സിന്റെ വസ്ത്രം ഒന്ന് ഊരിയാൽ പിന്നെ ഇവർക്ക് ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയുകയില്ല. തേജസ്സിന്റെ വസ്ത്രം ഇവരിൽ ഉള്ളിടത്തോളം ഇവർക്ക് ദൈവം മുമ്പാകെ നിൽക്കാം, ദൈവത്തെ കാണാം. പക്ഷെ തേജസ്സിന്റെ വസ്ത്രം അഴിഞ്ഞു പോയാൽ ഇവർക്ക് ദൈവത്തെ കാണുവാനോ ദൈവത്തിന്റെ അരികിൽ എത്തുവാനോ ആമീസൂത്രം കഴിയില്ല. കാരണം ദൈവത്തെ ആർക്കും കാണുവാൻ കഴിയുകയില്ല എന്നുള്ള പ്രമാണം അവിടെ നിൽക്കുമ്പോൾ തേജോരൂപിയായിരിക്കുന്ന ദൂതന്മാർക്കും തേജോരൂപിയായിരിക്കുന്ന ഒരു 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 ജീവനും മാത്രമേ ദൈവം മുമ്പാകെ നിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് ദൈവിക പ്രമാണം. അപ്പോൾ ആദമിന്റെ യൗവയുടെ തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞു കളയുവാനായി തത്രപ്പെട്ടിട്ട് എന്ത് ചെയ്തു? അവൻ പാമ്പിനോട് ചോദിച്ചു, അല്പസമയത്തേക്ക്, ചെറിയ പണിയുള്ളൂ, കൊച്ചു പണി, അല്പസമയത്തേക്ക് വാടകയ്ക്ക് ശരീരം ഇങ്ങോട്ട് തരാമെന്ന് ചോദിച്ചു. പാമ്പിന് വല്ലതും അറിയാവോ? അന്നൊന്നും ഇതിനൊന്നും വലിയ കളങ്കങ്ങളൊന്നുമില്ല, നേരെ ചൊവ്വേ ജീവിച്ചു പോകുന്നതാ. ആമീൻ. അപ്പൊ അവൻ പറഞ്ഞ ആയിക്കോട്ടെ, അതിനെന്താ. കേറിയിട്ട് പറഞ്ഞു, നീ ആ അത്തിമരത്തിലോട്ട് കയറി കിടക്കാൻ പറഞ്ഞു. അത്തി ചുരുണ്ട് കയറി അവിടെ കിടന്നു.
ആമേൻ സ്തോത്രം. ഹൗവ വന്ന് നോക്കിയപ്പോൾ ആ മനോഹരമെന്ന് കണ്ടു. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രസംഗവും കേൾക്കുന്നുണ്ട്. ആ പ്രസംഗമൊക്കെ കേട്ട് അവളങ്ങ് വശീകരിക്കപ്പെട്ടു. എന്റെ ദൈവത്തെ ഉള്ളത് പോരാ, തേജസ്സിന്റെ വസ്ത്രം ധരിപ്പിച്ച് അവര് ദൈവത്തെ പോലെ ആയിരുന്നു. ദൈവത്തെ പോലെ ആയിരുന്നു, ശരിക്കും ദൈവത്തെ പോലെ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടു. പിശാച് പറഞ്ഞു കൊടുത്തു, ലൂസിഫർ പറഞ്ഞു നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അപ്പൊ അതുവരെ അവർ ആരായിരുന്നുള്ള വ്യക്തത അവർക്ക് ഇല്ലായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങൾ ദൈവത്തെ പോലെ ആകും ഈ പഴം ഒന്ന്. പക്ഷെ പഴം പറിച്ചു നിന്നപ്പോൾ ആ സൂത്രം ഒരുപാട് താമസിച്ചൊന്നുമില്ല, അന്നേരം തന്നെ എന്തൊക്കെയോ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത് അറിവ് അവരെ ഭരിക്കുവാൻ കൊണ്ട് അങ്ങനെയാണ് പോയി മറഞ്ഞു നിന്നത്. സൂത്രം വസ്ത്രം കൊണ്ട് സൂത്രം ഈർക്കിലൂത്തി, ഞാൻ എന്റെ ഭാഷയിൽ പറയും, ഈർക്കിലൂത്തി കരിയിൽ കൊണ്ട് തൊപ്പി വെച്ച് പണ്ട് പോലീസും പട്ടാളവും കളിച്ച് സമയം ഓർക്കുന്നു. അതുപോലെ ഈർക്കില് കൊണ്ട് അത്തിയില തുന്നി സൂത്രം ഇതുകൊണ്ട് ഈർക്കില് കൊണ്ട് അത്തിയില തുന്നി വല്ല മറയ്ക്കുന്നതാണോ വല്ലതും ചെയ്ത് കൂട്ടിയിരിക്കുന്നത്? ഇതൊന്നും ദൈവത്തിന്റെ വയതിലെ നീ ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഒന്നും അത്തിയില കൊണ്ടൊന്നും മറയുകയല്ല. നീ ഫോണിൽ കൂടെ സൂത്രം കാണുന്നതും കേൾക്കുന്നതും ആരും അറിയാം, നിന്റെ ഭർത്താവ് അറിയാം, നിന്റെ ഭാര്യ അറിയാം, നീ ചെയ്തു കൂട്ടുന്നത് ഈ ഫോൺ സൂത്രം നിന്നെ നശിപ്പിക്കും. ഈ ഫോൺ നിന്നെ കടിക്കും. അത് സാത്താനാണ്, അത് വിഷമിറക്കും നിന്നെ. അവൻ നിന്നോട് പല കാര്യങ്ങൾ പറയും, പക്ഷെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ നീ അറിയുള്ളൂ. നിനക്ക് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും നിനക്കത് മടങ്ങി വരികയില്ല കേട്ടോ. ചിലത് നഷ്ടപ്പെടുത്തി കളയാതെ ദൈവം തന്ന നന്മ, നിന്റെ ഭവനം, നിന്റെ കുഞ്ഞുങ്ങൾ, നിനക്ക് തന്ന വാഹനം, നിനക്ക് ജീവിക്കുവാനായി ദൈവം തന്ന ഉപജീവനത്തിന്റെ വഴികൾ ചിലത് നഷ്ടപ്പെട്ടു പോയാൽ നിനക്കത് നേടിയെടുക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവന്റെ സൂത്രം വഞ്ചനയും കാപട്യം ദൈവം തന്ന നന്മകളെ നേരായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രസാദമുള്ളത് ചെയ്ത് ദൈവവചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ടപ്പോ പ്രാർത്ഥിച്ച് സ്തോത്ര ആരാധനകൾ നടത്തി ദൈവ പ്രസാദമുള്ളത് ചെയ്ത് മുന്നോട്ട് പോകുവാനാ ദൈവം എനിക്ക് നിനക്ക് നന്മ തന്നിരിക്കുന്നത്. അല്ലാതെ ദൈവം തന്നെ നന്മകളെ ദുർനടപ്പിനും പാപത്തിനും വഴി വഴിയാക്കുവാനല്ല. ഹെരോ ഹെരോദ ഇടപ്രഭുവായ ഹെരോദാവിന്റെ മുഖത്ത് നോക്കി യോനാസാവൻ ഒരിക്കൽ പറഞ്ഞു, നിന്റെ സഹോദരന്റെ ഭാര്യയാണ് നീ ഇപ്പൊ ഭാര്യയായിട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവനും അനുഭവിക്കാൻ ദൈവം കൊടുത്ത് നീ എടുത്ത് നിന്റെ വീട്ടിൽ സൂക്ഷിക്കല്ലേ. പലിശ ഇനത്തിൽ വാങ്ങിക്കുന്നതാണെങ്കിലും കൊള്ളാം, വല്ലവന്റെ വണ്ടിയാണെങ്കിലും കൊള്ളാം, 1,00,000 രൂപ വാങ്ങിച്ച് എത്ര പലിശ, ഇത്ര പലിശ. ദൈവമക്കൾക്ക് പലിശ വാങ്ങിക്കാനൊന്നും പ്രമാണമില്ല. അല്ലെങ്കിൽ കടം കൊടുത്തതിന് പകരം അവന്റെ വീട്ടിലെ വണ്ടിയുടെ RC ബുക്ക് നിന്റെ പോക്കറ്റിൽ വെക്കേണ്ട കാര്യവുമില്ല. ദൈവത്തിന്റെ ബദലേ അത് നിനക്ക് നാശമാകും, നിനക്ക് നഷ്ടമാകും. നിനക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നീ അത് പലിശയ്ക്ക് കൊടുക്കാനല്ല തന്നിരിക്കുന്നത്, പലിശയ്ക്ക് കൊടുത്ത് പണം ഉണ്ടാക്കാനല്ല തന്നിരിക്കുന്നത്. നീ ന്യായമായി നിനക്ക് കിട്ടുന്നിടത്ത് നീ അത് ചെയ്യേ. അല്ലാതെ നിനക്ക് കൊള്ളപ്പലിശ ആരെങ്കിലും തരാം, ഞാൻ 15 രൂപ പലിശ നിനക്ക് തരാമെന്ന് പറഞ്ഞ അവന് കൊടുക്കാനല്ല ദൈവം നിനക്ക് തന്നിരിക്കും. നീ അങ്ങനെ ചെയ്താൽ നീ ദുഷ്ടന് കീഴ്പ്പെട്ട് ദുഷ്ടൻ നിന്നെ വശീകരിക്കതില്ലേ. ഹവ്വയും ആദമും പഴം പറിച്ചു തിന്നത് പോലെയാണ്, നഷ്ടപ്പെട്ടു പോകും കേട്ടോ, പിന്നെ തിരികെ കിട്ടത്തില്ല. അങ്ങനെ വല്ലവർക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തിരികെ കിട്ടാനേ പോകുന്നില്ല. ദൈവത്തിന്റെ ബദലിൽ ഈ പ്രസംഗം കേൾക്കാൻ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നീ അത് വിട്ടുകളയുന്നത് നല്ലത്. അല്ലെങ്കിൽ കോടാലി യോർദാനിൽ പോയെങ്കിൽ പ്രവാചക ശിഷ്യ നിലവിളിച്ച ദൈവം കിട്ടും. കാരണം അവന്റെ വായ്പ വാങ്ങിക്കൊണ്ട് അവന്റെ വീടിന്റെ വിശാലതയ്ക്ക് വേണ്ടി മരം വെട്ടാൻ വന്ന അതൊക്കെ ദൈവം ഏത് യോർദാനിൽ പോയാലും പ്രവാചകൻ അതിനെ എറിഞ്ഞ് തിരിച്ചു വരുത്തും. നിനക്ക് നഷ്ടപ്പെട്ടു പോയത് നീ കള്ളത്തരം കാണിച്ചത്, കൊള്ളപ്പലിശ കൊടുത്തു, നിന്റെ ഫോൺ കൊണ്ട് സ്വത്രം നിന്റെ ഭർത്താവിനെ നീ കബളിപ്പിച്ചു, നിന്റെ ഭാര്യയെ നീ കബളിപ്പിച്ചു, നിന്റെ മക്കളെ നീ കബളിപ്പിച്ചു, ദൈവത്തിന്റെ വിശുദ്ധന്മാരെ കബളിപ്പിച്ചു. ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് കാണേണ്ടതൊക്കെ കണ്ടിട്ട് ചെയ്യാത്തതൊക്കെ അതിൽ കൂടി ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിലെ അഗ്നിജാലിക്കത്ത് ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. നിന്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്റെ കണ്ണുനീർ കണ്ടിട്ടാ നിനക്കിത് തന്നെങ്കിൽ ദൈവം നീ ഇരുളിലും പകലിലും ചെയ്യുന്നതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നീ ഭയപ്പെട്ട് ദൈവത്തിന്റെ പൈതലേ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന വിശ്വസ്തയോടെ സൂത്രം ന്യായം ചെയ്യുവാൻ, വ്യവഹാരം ചെയ്യുവാൻ കോണം സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. സ്വർഗീയമായതൊന്ന് ഉടുക്കുവാനായി. ഈ ഭവനം ഉടഞ്ഞുപോയ സ്വർഗത്തിൽ ഒരു ഭവനം നമുക്ക് വേണ്ടി കൈപ്പടിയല്ലാത്തത് പണിതിട്ട് ദൈവം കാത്തിരിക്കുക ചേർക്കുവാൻ. സൂത്രം നീ ചെയ്തു കൂട്ടുന്ന ഈ പ്രവർത്തികൾ സ്വർഗീയ ഭവനത്തിൽ പാർക്കുന്നതിനെ വിലക്കും, സ്വർഗീയമായ വസ്ത്രം ഉടുക്കുന്നതിനെ വിലക്കും. പരിശുദ്ധാത്മാവ് നിനക്ക് ബുദ്ധി ഉപദേശിക്ക് നിന്നെ വാൺ ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്വർഗത്തിൽ നിനക്കൊരു പാർപ്പിടം, നീ വിശുദ്ധനായി നീ വിശുദ്ധയായി ജീവിച്ചൊരു സമയമുണ്ടായിരുന്നു. സൂത്രം നീ നിഷ്കളങ്കമായി ദൈവസന്നിധിയിൽ ദൈവത്തോട് പറ്റിച്ചേർന്നിട്ട് ഇന്ന് നീ എവിടെയാണെന്ന് ചോദിച്ചാൽ ഹെരോദാവിനെ പോലെ നിന്റെ സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിച്ച് പാപത്തിന്റെ അന്ധകാരത്തിലാണ് നീ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പൈതലേ കർത്താവ് പറയുന്നു, നിനക്കൊരു മടങ്ങി വരവ് വളരെ ആവശ്യമായിരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ ഫോണിൽ കൂടെ നീ ചെയ്തു കൂട്ടിയത് തന്നെ ഈ ഫോണിൽ കൂടെ ഒരു തെളിവായി ദൈവം ലോകത്തിന് മുമ്പ് പ്രദർശിപ്പിക്കും. അത് നിനക്ക് നാശവും നഷ്ടവും കഷ്ടം വരുത്തും. പിന്നെ നീ ഹവ്വയെ പോലെ ആദമിനെ പോലെ
അത്തിയില ഉടുത്തുകൊണ്ട് അത്തിവൃക്ഷത്തിന്റെ പിറകിൽ ദൈവം മുമ്പാകെ വരുവാൻ കഴിയാതെ മറഞ്ഞിരിക്കേണ്ട ആലയങ്ങളിൽ ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാതെ മീസൂത്രം വെറുക്കപ്പെട്ടവളായി അടയ്ക്കപ്പെട്ടവരായി എവിടെങ്കിലും മീസൂത്രം തനിച്ച് മീസൂത്രം മറഞ്ഞു പാർക്കേണ്ടി വരുന്ന ഒരു സമയം നിന്റെ മുമ്പിലൂടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായ ആലോചന പറയുന്നു. അതുകൊണ്ട് അന്യായമായി ഫോൺ കൊണ്ട് പാപം ചെയ്യുന്ന, അന്യായ ദോഷപ്രവൃത്തി ചെയ്യുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ഈ പകൽക്കാലം വചനത്തിനു മുമ്പ് വിറയ്ക്കുകയും ചെയ്തുപോയ പാപങ്ങളെയും തെറ്റുകളെയും ഏറ്റുപറഞ്ഞു മനസ്സാന്തരപ്പെടുകയും ചെയ്യുവാൻ ദൈവവചനങ്ങളാൽ